ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ലുലു മാളിൽ പോയിട്ടോ. കോട്ടയത്ത് ലുലു മാൾ വന്നാൽ നിങ്ങൾ അറിഞ്ഞില്ലേ. അപ്പം എന്തായാലും കോട്ടയംകാരി ആയതുകൊണ്ട് അന്ന് തന്നെ പോയേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ലുലു കാണാനായിട്ട് പോയി. ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ 2 കാറിലായിട്ടാണ് പോയത്. പക്ഷെ ഞങ്ങൾക്ക് മാത്രം അകത്ത് കയറാൻ പറ്റി. അച്ഛനെയും ചിത്തപ്പനെയും തിരക്കാരണം അവർ കയറ്റിയില്ല. വേറെ വഴിയെ വിട്ടു. പക്ഷെ അവർക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് അവർ പോയി. അങ്ങനെ ഞാനും അമ്മയും ചേട്ടനും അപ്പച്ചയും കൂടെ ലുലു കാണാനായിട്ട് പോയി. മാധു ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യം ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോയത്. ഇവിടെ മെയിനായിട്ട് ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റും ഫാഷൻ സ്റ്റോറൊക്കെയാണ് ഉള്ളത്. പിന്നെ ചെറിയ ചെറിയ ഷോപ്പുകളാണ് വേറെ ഉള്ളത്. അപ്പം ഞങ്ങൾ ആദ്യം ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. അതിനുള്ളിൽ ഭയങ്കര തിരക്കാണ്. പിന്നെ അവർ ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഞാൻ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തത്. അങ്ങനെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഷോപ്പിംഗ് ഒന്നുമില്ല. എന്നാലും ഒരു ട്രോളി എടുത്തിട്ട് മാധുക്കുട്ടീനെ അതിനകത്ത് നിർത്തി ഞങ്ങളവിടെ ഫുള്ള് കാണാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ അവളവിടെ ഇരുന്ന് കളിച്ചോളുമല്ലോ. അങ്ങനെ അവളെ ട്രോളിക്കകത്തിരുത്തി ഞങ്ങൾ പയ്യെല്ലാം കാണാമെന്ന് വിചാരിച്ച് കയറി. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പിന്നെ എല്ലാ സാധനങ്ങളും തന്നെ ഉണ്ട് കേട്ടോ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അതിനകത്തുണ്ട്. നമുക്ക് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഓഫറുകളുള്ളതൊക്കെ അവർ പ്രൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ കറക്റ്റായിട്ട് മറുപടി അറിയും. നല്ല സർവീസാണ് അവരുടെ. അതുപോലെ തന്നെ സാധനങ്ങൾ തീരുന്നതനുസരിച്ച് അവർ ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ബേക്കറി സെക്ഷനിലേക്ക് പോയി. അവിടെ കേക്കിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു, വൈനൊക്കെ ഉണ്ടായിരുന്നു. മാധു ഇപ്പോൾ A4 ആപ്പിൾ എന്ന് മേടിച്ച്. ആപ്പിൾ കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് അപ്പം തന്നെ വേണം. അവിടെ കിടന്ന് ആപ്പി എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ട് ഞങ്ങളൊരു ആപ്പിൾ വാങ്ങിച്ച് കൊടുത്തു അവൾക്ക്. അത് കഴിഞ്ഞ് പിന്നെ കേക്ക് വാങ്ങിച്ചു. പിന്നെ നമ്മുടെ ബർഗർ, സാൻഡ്വിച്ചൊക്കെ ഈ സെക്ഷനിലാണ് കേട്ടോ. ഈ ബേക്കറി സെക്ഷനിലാണ് വരുന്നത്. സാലഡുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് സ്വീറ്റ് സെക്ഷൻ വരുന്നത്. നമ്മളങ്ങനെ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല. പക്ഷേ നമ്മൾ അവിടെ ഫുള്ള് എല്ലാം ഒന്ന് കറങ്ങി നടന്ന് കണ്ടു. നല്ല വെറൈറ്റി സ്വീറ്റ്സൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയായിട്ട് ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്. പല ടൈപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. ഞങ്ങൾ ശരിക്കും ഞെട്ടിച്ച കാര്യം എന്താണെന്നറിയോ, നമ്മുടെ 1 കിലോ ചക്കക്കുരു വറുത്തതിന് 2585 രൂപയാണ്. ഞങ്ങൾ ശരിക്കും ഞെട്ടി അത് കണ്ടിട്ട്. പിന്നെ മേളിൽ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. ഒരുപാട് കടകളൊന്നുമില്ല. മാധുവിന് ആകെ ടയർഡായി ഉറങ്ങിപ്പോയി. പിന്നെ ഫണ്ടൂറിലൊന്നും പോയില്ല. അത് കാണാൻ പറ്റിയില്ല. നെക്സ്റ്റ് ടൈം കാണണം. പിന്നെ ഒരു വലിയ ക്രിസ്മസ് ട്രീ അവർ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 500 പേർക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അതിൽ കൂടുതൽ ആളുകൾ വന്നുകൊണ്ടാണ് ഇത്രയും ട്രാഫിക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന്. അപ്പം എല്ലാവരും എന്തായാലും ലുലുവൊക്കെ പോയിട്ട് വിസിറ്റ് ചെയ്യണം കേട്ടോ.